അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ മത്സര പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? 2010. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതായിരുന്നു? കല്ലുമാല സമരം. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിനു വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി സ്ഥാപിച്ച പുലയ മഹാസഭയുടെ ആദ്യകാല പേര് എന്തായിരുന്നു? സാധുജന പരിപാലന സംഘം. അയ്യങ്കാളിയെ കീഴ്ജാതിക്കാരുടെ പ്രതിനിധിയായി 1911 ഏത് നിയമനിർമ്മാണ സഭയിലേക്കാണ് തെരഞ്ഞെടുത്തത്? തിരുവിതാംകൂർ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെങ്ങാനൂർ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1907. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? കൊല്ലം ജില്ലയിലെ പെരിനാടന്നൾ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. അയ്യങ്കാളി ജനിച്ചത് ഏത് ദിവസമാണ്? 1863 ഓഗസ്റ്റ് 28. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? വെള്ളായണിക്കായൽ. പുലയന്മാരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അയ്യങ്കാളി. പേരിൻ്റെ കൂടി മഹാത്മാ എന്ന് ചേർത്ത് വിളിച്ചിരുന്ന ഒരു കേരളീയൻ ആരായിരുന്നു? അയ്യങ്കാളി. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിൻ്റെ പേര് എന്തായിരുന്നു? അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യങ്ങൾ നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? അയ്യങ്കാളി. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തണം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1915. രണ്ടാമത്തേത് കല്ലുമാല സമരം നടത്തിയത് 1893. മൂന്നാമത്തേത് 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചു. നാലാമത്തേത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഉത്തരം 3, 4 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചു. നാലാമത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. താഴെ പറയുന്നവ തെറ്റായ ബന്ധമേതാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. മൂന്നാമത്തെ വാഗ്ബടാനന്ദ സമത്വ സമാജം. തെറ്റായത് വാഗ്ബടാനന്ദ സമത്വ സമാജം എന്നതാണ്. വാഗ്ബടാനന്ദൻ്റെ ആത്മവിദ്യാ സംഘമാണ്. വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജ സ്ഥാപകൻ. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തണം. 1863 തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. രണ്ടാമത്തേത് പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റുവാണ്. മൂന്നാമത്തേത് 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. ഉത്തരം 1, 3 1863 തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ജനിച്ചു എന്നത് ശരിയാണ്. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചതും ശരിയാണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ച വ്യക്തി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി.
കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരായിരുന്നു? അയ്യങ്കാളി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? പി. സനൽ മോഹൻ. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്ന വിശേഷണമുള്ള വ്യക്തി ആരായിരുന്നു? മഹാത്മാ അയ്യങ്കാളി. 1898 ചാലിയത്തെരുവ് ലഹള, 1912 നെടുമങ്ങാട് ചന്ത കലാപം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത്? അയ്യങ്കാളി. അയ്യങ്കാളി വില്ലുവണ്ടി സമരം 1893 നടത്തിയത് എവിടെ വരെയായിരുന്നു? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന സമരം ഏതായിരുന്നു? കല്ലുമാല പ്രക്ഷോഭം 1921 നടന്നു. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ഇപ്രകാരം പറഞ്ഞത് ആരാണ്? അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ട നേതാവ് ആരാണ്? എ.കെ. നായനാർ. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ്? എം. നിസാർ ആൻഡ് മീന കന്ദസ്വാമി. ദളിത് നവോത്ഥാന നായകരുടെ സ്മരണ നിലനിർത്താൻ സ്ഥാപിച്ച അയ്യങ്കാളി വള്ളോൻ ചാഞ്ചൻ സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളത്ത് മരട്. അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ 1914. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? പാഞ്ചജന്യം. തിരുവനന്തപുരം ഊരട്ടമ്പലം ഗ്രാമത്തിൽ പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ അയ്യങ്കാളി സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ ആരംഭിച്ച ലഹള ഏതായിരുന്നു? 90-ാം ആണ്ട് ലഹള, പുലയ ലഹള എന്നും ഊരട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നു. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിൽ അയ്യങ്കാളിക്ക് പ്രചോദനമായ സമുദായ സംഘടന ഏതായിരുന്നു? SNDP. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതായിരുന്നു? സാധുജന പരിപാലിനി. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് ഏതാണ്? സാധുജന പരിപാലിനി. എവിടെ നിന്നാണ് സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ചങ്ങനാശ്ശേരിയിൽ നിന്ന്. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നോക്കക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ചു പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം: അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? ഉത്തരം കൊല്ലം ജില്ലയിലെ പെരിനാട്. ഉത്തരം പറഞ്ഞ അനിഖയ്ക്കും അൻഷിയയ്ക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ബൈ.